ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചായക്കടയിൽ കിട്ടുന്ന പരിപ്പ് വടയാണ്. ഇതുണ്ടാക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് 1 kg വടപ്പരിപ്പാണ്. അതിലേക്ക് ചെറിയ ഉള്ളി, ഒരു മീഡിയം സൈസ് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. നമുക്ക് ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ആദ്യം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത പരിപ്പാണിത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ അരയരുത്. ഇത് കണ്ടോ, ഇതുപോലെ അരച്ചെടുക്കുക. ഇനി നമുക്കിത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഉപ്പ് എത്തണം. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇവിടെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കുക. ഇത് ഓരോ ഉരുളകളായി എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഓരോന്നായി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ കയ്യിൽ വെച്ചിങ്ങാണ്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കവറിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൽ പരത്തി ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നാൽ ഒട്ടും പൊട്ടാതെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരേപോലെ ഇതിട്ട് വേവിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടില്ല. ഇതാണ് നമ്മുടെ ചായക്കടയിലൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ് വട. ഇതിവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്താൽ ഇതൊട്ടും പൊട്ടാതെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കയ്യിൽ വെച്ച് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പോൾ നമ്മുടെ എല്ലാ പരിപ്പ് വടയും നമ്മളിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു.